അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് പറയുന്ന മാത്സ് ആണ്. മാത്സും അതുപോലെ തന്നെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏകദേശം 15 ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തുനിന്ന്, 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്നാണ് വരുന്നത്. ഓക്കെ, കുറവ് ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്നാണ്. 15 ചോദ്യങ്ങളാണ്, 45 മാർക്ക്, 45 ഗോൾഡൻ മാർക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ നോക്കണം. ഓക്കെ, അരിത്തമെറ്റിക് മാത്സ് ഭാഗത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ വർക്ക് ആൻഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലം കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ഷേ മുൻ വർഷങ്ങളിൽ ചോദിച്ചാൽ അത് നോക്കണം. റേഷ്യോ പ്രൊപ്പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കണം. പിന്നെ ഡയറക്ഷൻ വരുന്നത് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ്. പിന്നെ ഫ്രാക്ഷൻസിൽ നിന്ന് പ്രോബ്ലം കഴിഞ്ഞ വർഷത്തെ പേപ്പറിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ മെൻസുറേഷൻ, ഏരിയ ബന്ധപ്പെട്ട മെൻസുറേഷൻ ബന്ധപ്പെട്ട പ്രോബ്ലംസിൻ്റെ നമ്പർ സിസ്റ്റം, സം ഓഫ് എൻ നമ്പേഴ്സീസ്, അങ്ങനത്തെ നമ്പർ സിസ്റ്റമായി ബന്ധം. പിന്നെ LCM HCF എന്ന് പ്രോബ്ലംസ് വരുന്നുണ്ട്, അത് നോക്കണം. നമ്മുടെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് നിന്ന് കോഡിംഗ് ഡിക്കോഡിംഗ് വരാറുണ്ട്, അനലോഗിൽ നിന്ന് പ്രോബ്ലം വരാറുണ്ട്, ഡയറക്ഷൻ ടെസ്റ്റ് ചോദിക്കാറുണ്ട്, ബ്ലഡ് റിലേഷൻ, ഏജ് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ക്ലോക്കിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്, ക്ലോക്കിൻ്റെ പ്രോബ്ലംസ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗം. ഈ ഭാഗം എങ്ങനെ പഠിക്കണം,